ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2227. ഇന്ന് ഫെബ്രുവരി മാസം 4-ാം തീയതി. ഈ ആണ്ടിലെ 35-ാമത്തെ ദിവസത്തിലെത്തി. ന്യായാധിപനായ ഒരു മനുഷ്യനെ വിശുദ്ധനായ ലൂക്കോസ് വരച്ചിടുന്നുണ്ട് തന്റെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിൽ. അയാളുടെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ കുറെ കൂടി ഗൗരവത്തിലും ആഴത്തിലും പരിശോധിക്കേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ്. അയാൾക്ക് ദൈവത്തെ ഭയമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് മനുഷ്യരോടൊരു ആദരവില്ല, ആഭിമുഖ്യമില്ല. ഇത് രണ്ടും ഏതാണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ദൈവത്തോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു കുറഞ്ഞു പോകും തോറും സ്വാഭാവികമായി നമ്മൾ മനുഷ്യരിൽ നിന്നും ഒരുപാട് അകന്നിട്ടുണ്ടാവും. എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അയാളിൽ തന്നെ രൂപപ്പെടുത്തിയ അയാളുടെ പാതിയായ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ച് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്. ആദ്യ മനുഷ്യനെ കുറിച്ചാണ്. ആദാം തന്റെ വാരിയിൽ നിന്നും രൂപപ്പെടുത്തിയ ഹവ്വായെ കണ്ടെത്തിയപ്പോൾ ദൈവത്തോട് പറഞ്ഞാണ്, ദൈവം ഇതെന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ്. അങ്ങനെ പറയാൻ ആദത്തിന് സാധിച്ചത് ആദവും ദൈവവും തമ്മിലുള്ള അടുപ്പം അത്രത്തോളമായിരുന്നു. പിന്നീട് ആ അടുപ്പത്തിന് ചില കേടുപാടുകൾ വരുന്നുണ്ട്, താളപ്പിഴകൾ വരുന്നുണ്ട്, എല്ലാം വല്ലാതെ ഉടഞ്ഞും പോകുന്നുണ്ട്. അതിനുശേഷം ഇതേ ദൈവത്തോട് ആദം പറയുന്നുണ്ട്, ഇതേ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ച്, സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം ഈ ഒറ്റ സ്ത്രീയാണ്. എത്ര വേഗമാണ് ഭൂമിയിലെ ബന്ധങ്ങളൊക്കെ തകിടം മറിയുന്നതും താറുമാറാവുന്നതും ഒക്കെ. കുറെ കൂടി ആഴത്തില് ബന്ധങ്ങളെ നിലനിർത്താനായിട്ട്, കുറെ കൂടി ആത്മാർത്ഥത രണ്ടുപേർക്കിടയിൽ ഉണ്ടാകാനായിട്ട്, ആദരവുണ്ടാകാനായിട്ട് ചെറുതായിട്ടൊന്നും മെനക്കെട്ട പോര കേട്ടോ. വളരെ കാര്യമായി അഗാധമായി പണിയെടുക്കേണ്ടി വരും. അതിലൊന്നും പൊതുവെ നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾക്ക് യാതൊരു താല്പര്യവുമില്ല. നമ്മളിങ്ങനെ നമ്മളുടെ ഭക്തിയെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മളുടെ ശിഷ്യത്വത്തിന്, ക്രിസ്തു ശിഷ്യത്വത്തിന് എന്തെങ്കിലുമൊക്കെ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു ബലപ്പെടുത്തൽ ആവശ്യമുണ്ടോ, ഒന്ന് ദുർബലമായി പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ. എന്തായാലും ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനോട് ആദരവ് പുലർത്താത്ത ആ ന്യായാധിപന്റെ സന്നിധിയിൽ നിരന്തരം ശല്യപ്പെടുത്തി വന്ന ഒരു വിധവയായ സ്ത്രീയോട് അയാൾക്ക് പതിയെ ഒരു അനുഭാവം തോന്നിത്തുടങ്ങിയാണ്. അയാൾക്കൊരു ആഭിമുഖ്യം തോന്നിത്തുടങ്ങുകയാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മളുടെ കാരുണ്യവാനായ ദൈവത്തിന് നമ്മളോടൊക്കെ എന്തുമാത്രം താല്പര്യവും ആഭിമുഖ്യവും ഉണ്ടെന്നാണ് ക്രിസ്തുയേശു ഒരു ഹൃദയം പിളർക്കുന്ന വിധത്തിൽ നമ്മളോട് ചോദ്യം ഉന്നയിക്കുന്നത്. ആ ഒരു തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരു ജ്ഞാനസ്നാനം സംഭവിക്കട്ടെ. ആമേൻ.